സർക്കാരിന്റെ സഹായം മുടങ്ങിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ വീണ്ടും തെരുവിലിറങ്ങി. പ്രതിമാസ വാടകയും ഉപജീവനത്തിനായി പ്രതിദിനം നൽകുന്ന 300 രൂപയും കൃത്യമായി ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ ഈ പ്രതിഷേധം. താലൂക്ക് ഓഫീസ് മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ പ്രശ്നപരിഹാരം കാണുമെന്ന തഹസിൽദാരുടെ ഉറപ്പിലാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ദുരന്തബാധിതരുടെ ജനകീയ സമിതി നേതാക്കളും സമാന വിഷയമുയർത്തി ജില്ലാ കലക്ടറെ നേരിൽ കണ്ടു. ആ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി വൈത്തിരി താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. സർക്കാർ പ്രഖ്യാപിച്ച സമാശ്വാസ നടപടികൾ വൈകുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ദുരന്തബാധിതർക്ക് സർക്കാർ നൽകുന്ന വാടക തുകയായ 6000 രൂപയും പ്രതിദിനം നൽകുന്ന 300 രൂപ വെച്ച് 3 മാസത്തെ 9000 രൂപയും പലർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകൾക്കും വാടക കയറ്റാന്ന് സർക്കാർ പറഞ്ഞതാണ്. ഇപ്പൊ വാടകയില്ല, 9000 ഇല്ല. ഞങ്ങളെ കുടുംബം പട്ടിണിയിലേക്കാണ് പോകുന്നത്. എന്റെ അമ്മായിമ്മ സുഖലാതെ ഇറങ്ങി കിടക്കുക, ആശുപത്രിയിൽ കിടക്കുക. ഞങ്ങൾ എന്തിനു പോയാലും നിങ്ങൾ വാടകയ്ക്ക് പോയിട്ടില്ല എന്നുള്ള ഇതുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കൂപ്പണും ഇല്ല, ഒരു ലിസ്റ്റിൽ ഞങ്ങൾ പെടുന്നില്ല. 2 പെൺകുട്ടികൾ ഞങ്ങൾ ഈ മഴ പെയ്താൽ അവിടെ നിൽക്കാൻ അവർക്ക് പേടിയാണ്. ഞങ്ങൾ പോയി ചോദിച്ചാൽ പറയാം നിങ്ങൾക്ക് എന്താ കഞ്ഞിക്ക് ഗതിയില്ല എന്നാ ചോദിക്കണേ. വില്ലേജ് ഓഫീസർ ചോദിക്കുന്ന ചോദ്യമാണ് അതൊക്കെ. ഞങ്ങൾ അവിടെ പോയി എഴുതി മേടിച്ചിട്ട് വന്നിട്ട് അവിടെ കൊടുത്തിട്ട് അയാൾ അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? അയാളെ കയ്യിൽ നിന്നാണ് അയാൾ എടുത്തു തരുന്നത്. പ്രതിഷേധത്തിനൊടുവിൽ തഹസിൽദാർ വി കുമാരി ബിന്ദുവുമായി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ചർച്ച നടത്തി. വാടക കയറാത്തവരെ എല്ലാവർക്കും തന്നെ വാടകയ്ക്ക് അർഹതയുള്ള എല്ലാവർക്കും തന്നെ അരമണിക്കൂറിനകത്ത് വെച്ച് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ വാടക കയറുന്നതാണ്. 9000 രൂപയുടെ കാര്യം അത് ഇനി കുറച്ച് അപേക്ഷകളും കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ അപേക്ഷ പരിഹരിച്ച് അതിനും അർഹതയുള്ളവർക്ക് ഉടനെ തന്നെ പൈസ അക്കൗണ്ടിൽ ഇടുന്നതാണ്. പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി സമരം അവസാനിപ്പിച്ചത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതരുടെ ജനകീയ സമിതി നേതാക്കൾ കലക്ടറെ കണ്ടു. അനുകൂല നിലപാടാണ് കലക്ടർ കൈക്കൊണ്ടതെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കലക്ടറെ കൃത്യമായി ബോധ്യപ്പെടുത്തി. കലക്ടർക്ക് അത് ഏറ്റവും പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സമയം തരണം, 2 ദിവസം കൊണ്ട് പരിഹരിക്കാമെന്നാണ് കലക്ടർ നമുക്ക് വാക്ക് തന്നുള്ളത്. കൃത്യമായി കലക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കും ഉണ്ട്. കാരണം കലക്ടർ ആ രീതിയിലാണ് നമ്മുടെ അടുത്ത് ഇടപെട്ടിട്ടുള്ളത്. പിന്നെ വാടക ഇന്ന് തന്നെ വാടകയും കയറാനുള്ള സംവിധാനം ആക്കിത്തരാമെന്ന് കലക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യ തുക ഉടൻ തന്നെ അക്കൗണ്ടുകളിൽ എത്തുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമമായത്. ദുരന്തബാധിതരായ പലർക്കും കൃത്യമായി സേവനങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട്. അർഹരായ പലരെയും ആനുകൂല്യങ്ങളിൽ നിന്ന് തടഞ്ഞതായും ആക്ഷേപമുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തണമെന്നാണ് ദുരന്തബാധിതർ ഉയർത്തുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.